ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗമായിരുന്നു. സംസ്ഥാന ഭാരവാഹികൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ, MLA മാർ, അവർക്ക് പുറമെ ഇന്ന് പ്രത്യേക ക്ഷണിതാക്കളായി ഞങ്ങളുടെ 27 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. പ്രധാനമായ അജണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യലും വിശകലനം ചെയ്യലുമൊക്കെയായിരുന്നു. 14 ജില്ലകളിലെയും UDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും വിജയസാധ്യതകളുമൊക്കെ താഴെത്തട്ടിൽ എല്ലാ ജില്ലകളിലും ആലോചനകൾ നടന്നിട്ടുണ്ട്. UDF യോഗം നടത്തിയിട്ട് ആലോചിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റികൾ കൂടിയിട്ടും അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട്. താഴെത്തട്ടിൽ നിന്ന്, ബൂത്തുകളിൽ നിന്ന് കിട്ടുന്ന വിവരത്തിനനുസരിച്ചാണ് ആ അവലോകനങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അത് ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കമ്മിറ്റികളിൽ നിന്ന് മണ്ഡലത്തിലേക്ക് വന്ന് മണ്ഡലം ജില്ലയിലേക്ക് കൊടുത്ത് ജില്ലാ കമ്മിറ്റി അവലോകനം ചെയ്ത് ക്രോഡീകരിച്ച് ഇന്നത്തെ ഞങ്ങളുടെ സംസ്ഥാന യോഗത്തിൽ അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നത്. UDFന് വളരെ നല്ല ശുഭപ്രതീക്ഷ ഉള്ള ഒരു റിസൾട്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താഴെത്തട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഈ ദുർഭരണം അവസാനിപ്പിക്കാനും UDFൻ്റെ ഭരണം കൊണ്ടുവരാനും വേണ്ടി നന്നായി സഹകരിച്ചിട്ടുണ്ട്. ആ സഹകരണം തന്നെ UDFന് നല്ല വിജയം സമ്മാനിക്കും. ആ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് ഒരു സൽഭരണം കാഴ്ചവെക്കാൻ UDFനാകണം എന്ന ചർച്ചയാണ് ഇന്ന് യോഗത്തിലുണ്ടായത്. എല്ലാ നേതാക്കന്മാരും സംസാരിച്ചു. ബഹുമാനപ്പെട്ട തങ്ങൾ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചർച്ച ഉദ്ഘാടനം ചെയ്തു. MP മാരായ ബഷീർ സാഹിബും മറ്റു നേതാക്കളും ഭാരവാഹികളും ഒക്കെ സംസാരിച്ചു. ആ ചർച്ചകളുടെ അഭിപ്രായം ഇതാണ്, ക്രോഡീകരിച്ചത് ഇതാണ്. അതിൻ്റെ ഒറ്റനോട്ടത്തിൽ അതിൻ്റെ തുക നല്ല ഭൂരിപക്ഷത്തോടു കൂടി UDF വിത്ത് കംഫർട്ടബിൾ മെജോറിറ്റി കേരളത്തിൽ അധികാരത്തിൽ വരും. അത് മുസ്ലിം ലീഗ് മണ്ഡലം മാത്രമല്ല ഞങ്ങൾ നോക്കിയത്, 14 ജില്ലകളിലെയും 140 മണ്ഡലങ്ങളും ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റികൾ മുഖേനയുള്ള അവലോകനമാണ് ഞങ്ങൾ പരിശോധിച്ചതും. ഞങ്ങൾക്കതിൽ സംതൃപ്തിയുണ്ട്. ജനങ്ങളോട് ഞങ്ങൾക്ക് കൃതജ്ഞതയുമുണ്ട്.